മന്തി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് പെയിൻ വരികയാണ്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് അരയ്ക്ക് കീഴ്പോട്ട് നമുക്കൊന്നുമില്ല, കാലുമില്ല, വയറുമില്ല, വയറിൽ കുട്ടിയില്ല. നമ്മുടെ എല്ലാ എല്ലുകളും ഒടിയുന്ന വേദന വേദന എന്ന് പറയുന്നത് അത് ഈ വേദനയാണ്. നോർമൽ ഡെലിവറി വേണോ, നമുക്ക് സിസേറിയൻ ചെയ്താലോ? അപ്പൊ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിൻ്റെ ഇടയിലാണ് കുട്ടീനെ തുടച്ചൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് ഞാൻ പുറത്തു വരും, നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് പുഷ് ചെയ്ത് നമ്മുടെ കൊച്ചിനെ പുറത്തേക്ക് ഇറക്കും. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജിത നിഷാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി കണ്ടിട്ട്, ഏകദേശം ഒരു മാസത്തോളമായി ചെറുതായിട്ടൊന്ന് പ്രസവിക്കാൻ പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ചമ്മലിന്റെ ഒന്നും അബ്സല്യൂട്ട്ലി കോയി ജरूरत പ്രഗ്നൻസി എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല, എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2024 എന്ന് പറയുന്ന വർഷം ത്രൂ ഔട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ വർഷം നിങ്ങൾ വിചാരിക്കും എൻ്റെ 12 മാസം പ്രഗ്നൻ്റ് ആണോ? അല്ല, ജനുവരിയിലാണ് പ്രഗ്നൻസി ടെസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആയത്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ അറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒക്ടോബർ 6 ആയിരുന്നു എൻ്റെ ഡെലിവറി നടന്നത്. ഒക്ടോബർ 20 ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഡെലിവറി സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് വൻ കോമഡി ആയിരുന്നു. ഞാൻ ഒരു 34ാമത്തെ ആഴ്ച തന്നെ ബാഗ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എല്ലാം വാഷ് ചെയ്ത് അയൺ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഓർഡർ റെഡി ആയിട്ട്. ഈ ഡെലിവറി നടക്കുന്നതിന് ഒരു 2 ദിവസം മുന്നേ, എക്സാക്ട് 2 ദിവസം മുന്നേ ഇതുപോലെ എനിക്കൊരു പെയിൻ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും അടിവയറ് ഭയങ്കര വേദന എടുത്തിട്ട് ഞാൻ നിൽക്കുന്നു നടക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, എങ്ങനെയാണ്, ലേബർ പെയിൻ ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ചക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചക്കുവിനോട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, കാരണം ഡെലിവറി പെയിൻ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ വയറൊക്കെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം, എന്താ സംഭവം എന്നൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി അവിടെ ചെന്നിട്ട് അവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പി വി ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ പി വിയിൽ ഈ പറയുന്ന ഡയലേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥത, നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു. അവർ രാവിലെ വരെ പിടിച്ച് കിടത്തി ഇനി എങ്ങാനും പെയിൻ ആണോ എന്നുള്ളത്. പക്ഷെ ഗ്യാസ് കയറിയത് കൊണ്ടിട്ട് അങ്ങനെ വയറ് വീർത്തു തന്നെ, കാരണം അന്ന് രാത്രി പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ചമ്മി തിരിച്ചു പോകുന്നു. എന്നാലിന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി. 5-ാം തീയതി ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ, ഒരു 12 മണി കഴിഞ്ഞപ്പോൾ നമുക്ക് പീരീഡ്സിന് വേദന വരുന്ന പോലെ അടിവയറും നടുവും കൂടി ചെറുതായിട്ട് വേദന വരും. അങ്ങനെ ഇപ്പം ഡേറ്റ് ആവാറായിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയാണ്. അങ്ങനെ ഒരു വേദന വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിനെ അവോയ്ഡ് ചെയ്ത് കളയരുത്, ഒട്ടും പരിഗണിക്കാതിരിക്കരുത്, കാരണം അത് ലേബർ പെയിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഇങ്ങനെ പെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ദിവസങ്ങളിലേക്ക് ചെറിയൊരു നടുവേദനയും വയറുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് വലിയ കാര്യമാക്കിയില്ല, നമ്മളങ്ങനെ വലിയ മൈൻഡാക്കില്ല. പിന്നെ 2 ദിവസം മുന്നേ ഗ്യാസ് കയറിയത് കൊണ്ടും ഇനി അവിടെ ചെന്ന് നാണം കിടണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നോർമലി ഫുഡൊക്കെ കഴിച്ചു, വന്ന് കിടന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പെയിൻ പോലെ വരുന്നുണ്ട്. ഞാൻ പിന്നെ പോട്ടെ സാരില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ എയർപോർട്ട് സൈഡിൽ നടക്കാനൊക്കെ പോകും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 3rd ട്രൈമസ്റ്റർ ആയപ്പോഴത്തേനും വിശപ്പാണ്. 2 മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിച്ച്, അതായത് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിശപ്പല്ല. ഒരു ഫുൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഞാൻ വേണമെങ്കിൽ ഒരു മന്തി കഴിക്കും. അത്രയ്ക്ക് വിശപ്പായിരുന്നു. ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഞാൻ നല്ലപോലെ എന്താണ് വിശപ്പെന്ന് അറിഞ്ഞത്. വിശന്നാൽ ഞാനല്ലാതാകും, അതായിരുന്നു അവസ്ഥ. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമുക്കൊന്ന് പുറത്തു പോവാം. എനിക്ക് എന്തൊരു അസ്വസ്ഥത ഉണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഡൈവേർട്ട് ചെയ്ത്, കാരണം എയർപോർട്ട് സൈഡ് ആയതുകൊണ്ട് തന്നെ ഡൈവേർട്ട് ചെയ്ത് നേരെ നമ്മുടെ അത്താണിയിൽ അൽഡ്രീമിൻ്റെ ഒക്കെ അടുത്ത് ആ ഒരു സൈഡിൽ കൂടെ ഒക്കെ ചുറ്റിക്കറങ്ങി അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് വരും. കാരണം അൽഡ്രീമാണ് എൻ്റെ ബെസ്റ്റ് കുഴിമന്തി സ്പോട്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആരുടെയെങ്കിലുമൊക്കെ അത് ഒരു സ്പോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അൽഡ്രീമിൽ ചെന്നിട്ട് കുഴിമന്തിയൊക്കെ പറഞ്ഞു, അൽഫാമന്തിയാണ് കൂടുതൽ കഴിക്കുന്നത്. അൽഫാമന്തി കഴിച്ചു. അൽഫാമന്തി ഒന്നും ശരിക്കും പ്രഗ്നൻസി പീരീഡിൽ കഴിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വീക്കിലി ഒരു തവണ മാത്രമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അതാകെ കഴിക്കുന്നത് ഈ സംഭവമാണ്. ബോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇന്നാണ് നടന്നത്. മന്തി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് പെയിൻ വരികയാണ്.
അപ്പം ഞാൻ ചക്കുനോട് പറയാനുണ്ട്, ലേബർ പെയിൻ ആണോ, ഇതാണോ പെയിൻ, അതോ ഇത് നമ്മൾ പറ്റിക്കുന്നതാണോ, അന്നത്തെ പോലെ വല്ല ഗ്യാസ് കയറുന്നതാണോ പെയിൻ? ഒന്നാമത് അന്ന് പോയത് കൊണ്ടാണ് നമ്മൾ ഇത്ര കാര്യമൊക്കെ വരുന്നത്. ഒരു റൗണ്ട് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. എവിടെ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഫ്ലാറ്റിൽ വന്ന് സംഭവങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ വേദനയോ ഒക്കെ കൂടിയൊക്കെ വരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് പോകണം ഹോസ്പിറ്റലിൽ, കാരണം ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വൻ പണിയാണ്, ഇത് ലേബർ പെയിൻ ആണെന്നാ തോന്നുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കാലിൽ നെയിൽ പോളിഷൊക്കെ മാറ്റിയാൽ ഇനിയിപ്പോൾ അവർക്ക് എടുത്ത് പണി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നെയിൽ പോളിഷൊക്കെ മാറ്റിയാനായിട്ട് റിമൂവറൊക്കെ എടുത്ത് മാച്ചു. ഒരു കാലിൽ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ പെയിൻ കൂടി വരുന്നു. അവിടെ ഒരു കാലം അവിടെ ഇട്ടു. നേരെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ എല്ലപ്പിലായിരുന്നു എൻ്റെ ഡെലിവറി ഒക്കെ. അവിടെ കുസ്തറേസാവുന്ന ഡോക്ടറാണ്. ഡോക്ടർ ഭയങ്കര നല്ലൊരു ഡോക്ടറാണ്. അതുപോലെ എല്ലപ്പിലെ സ്റ്റാഫിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയണം, അത് നമുക്ക് പിന്നെ പറയണം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ലേബർ റൂമിലേക്ക് ഞാൻ ചെന്ന് കയറുവാണ്. ചെന്ന് അവിടെ നമുക്ക് ഡയറക്റ്റ് പെയിൻ വന്ന ലേബർ റൂമിലേക്ക് ചെന്ന് കയറാം. അപ്പോൾ അവിടെ ചെന്ന് ജസ്റ്റ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പെയിൻ ആണെന്നാണ് തോന്നുന്നത്, അപ്പോൾ എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല, നിങ്ങൾ നോക്കുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, നമ്മളെ ഗോൾഡൊക്കെ ഊരി കൊടുത്തേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാനപ്പോൾ തന്നെ സെക്കൻഡിൽ ഗോൾഡൻ സാധനങ്ങളൊക്കെ ഊരി കൊടുത്തു. ഞാൻ പോകുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ഡെലിവറി ആവാനായിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ കണ്ടിട്ട് നമ്മുടെ ഓളക്കിളി ഇപ്പോൾ അവരവിടെ കിടന്ന അയ്യോ അത്തം പറഞ്ഞ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. തൊട്ടിപ്പുറത്ത് ഒരു ബെഡൊക്കെ തന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ തന്നെ അവർ എനിമ തരുന്നു, ഫുള്ള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിക്കുന്നു, തലമുടിയൊക്കെ 2 സെല്ലിനെ സ്കൂളിൽ പോകണ ഒരു കിട്ടിയൊക്കെ ഇടുന്നു. അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ എനിക്ക് അപ്പുറത്ത് എന്നിട്ട് ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി പെയിൻ വന്ന് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണോ, ഞാനിതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വലിയൊരു കരച്ചിലൊരു കൊച്ചിനെ കൊണ്ട് പോകുന്നു മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ ഡോക്ടർ അന്ന് ലീവായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മൾ ഇത്രയും നാള് ഒരു 9 മാസം നമ്മൾ ഫുള്ള് ഫോളോ അപ്പ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടറിനെ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേറെ ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്ന് PV ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, നോർമൽ ഡെലിവറി വേണോ, നമുക്ക് സിസേറിയൻ ചെയ്താലോ, വേദന സഹിക്കാൻ പറ്റുന്ന ഒരാളാണോ, കാരണം ഓൾറെഡി പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇൻഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും അവിടെ പ്രസവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സിസേറിയനോട് തീരെ താല്പര്യമില്ല. നോർമലി കിട്ടുവാണെങ്കിൽ അത്രയാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ, കാരണം എല്ലാം നമുക്ക് അതിനെല്ലാം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കമ്പാനിയൻ വേണം. നീ എവിടെ പോയാലും എന്നെ വിളിക്കണല്ല, ചാകാൻ പോയ മാത്രം എന്താ വിളിക്കാഞ്ഞ്? പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിച്ചതാണെന്ന് കെട്ടിയന്മാരോടൊന്നും അറിയണത് നമുക്കൊരു രസമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹസ്ബൻഡ് പുറത്തേക്കണ്ട, ഹസ്ബൻഡിനൊന്ന് വിളിക്കോ, വിളിച്ചു കഴിഞ്ഞാ നീ വരുമെന്നറിയാവുന്നോണ്ടാന്നേ എന്നുള്ള രീതിയിലാണ് നമ്മൾ വേറൊരു റൂമിലേക്ക് മാറ്റി. ചക്കു മറ്റേ കോട്ട് സൂട്ടൊക്കെ ഇട്ട് അതൊരു വരവ് വന്ന കാഴ്ചയായിരുന്നു. പെടി കിടത്തി സൈഡിലൊരു സ്റ്റൂൾ ഇട്ടിട്ട് ചക്കുവിനെ അവിടെ ഇരുത്തി. ഇത് കഴിഞ്ഞ് എനിക്കപ്പോൾ ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, കാരണം എനിക്ക് പെയിൻ്റെ ആ ഒരു ഡ്യൂറേഷനും ആ ഒരു ബുദ്ധിമുട്ടുകളും എനിക്ക് കൂടി വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ ഒറ്റ പെയിൻ വരും. അടുത്ത് വന്നിരുന്നു. നമ്മൾ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചേക്കുവാണ്, കാരണം നമ്മുടെ ഏറ്റവും വലിയ ഒരു കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡാണ്. ആ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണുങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ കരുതുന്നത്. ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളതാണ് ഏറ്റവും സന്തോഷം സമാധാനം തന്നെ ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫുൾ കുഴിമന്തി കഴിച്ചിട്ട് അവർ ആ ലേബർ റൂമിൽ കയറ്റി എന്ന് പറഞ്ഞാൽ പെയിനാണെന്ന് പറഞ്ഞാൽ കയറ്റി ആ സെക്കൻഡിൽ എനിമ തന്ന് ഫുള്ള് വയറ് ക്ലീൻ ചെയ്ത് കളഞ്ഞെന്നുള്ളതാണ്. ബാക്കി കിടന്ന ഒരു ഇച്ചിരി മന്തി, ഇത് ഇവിടെ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്ന മന്തി ഇടുന്നു, അത് ഛർദ്ദിച്ചു. പിന്നെ പച്ചവെള്ളം കിട്ടണമെങ്കിൽ ഡെലിവറി കഴിയാനായിട്ട് രാവിലെ ആവണം. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്, ഡ്രിപ്പ് ഇടുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പെയിനാണ്. ഈ നമ്മുടെ എല്ലാ എല്ലുകളും ഒടിയുന്ന വേദന എന്ന് പറയുന്നത് അത് ഈ വേദനയാണ്. പ്രസവിക്കാനായിട്ട് നിൽക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കും, നമ്മളെക്കൊണ്ട് പറ്റും. എനിക്ക് പറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെയിൻ വരുന്നു. ഞാൻ പെയിൻ കൊണ്ട് ഞാൻ ബോധം കെടുവാണ്. അതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നോക്കിയപ്പോൾ ചക്കു
എനിക്ക് ചിരിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചക്കയോടെ വന്ന് ഇരുന്ന് ആദ്യമൊക്കെ ഭയങ്കര പ്രോത്സാഹനം, ഞാനുണ്ട്, നീ ഒന്നുകൂടി പേടിക്കണ്ട, എല്ലാം സെറ്റാണ്, നമ്മുടെ കൊച്ച് എന്നാ ഞാൻ പുറത്തു വരും, നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് പുഷ് ചെയ്ത് നമ്മുടെ കൊച്ചിനെ പുറത്തേക്ക് ഇറക്കും എന്നൊക്കെയായിരുന്നു ഡയലോഗ്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്താ പിള്ളേച്ച കണ്ണിൽ 2 മുള വെച്ചിരിക്കുന്നത്? മുളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. സത്യം പറയുകയാണെങ്കിൽ അതായിരുന്നു എക്സാക്ട് അവസ്ഥ. ആദ്യമൊക്കെ പെയിൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ മുറുക്കി പിടിക്കും, സാരില്ല സാരില്ല എന്ന് പറഞ്ഞ ആൾ കുറച്ചു നേരം കഴിയുമ്പോൾ പെയിൻ വരുമ്പോൾ ഇതായിരുന്നു എക്സ്പ്രഷൻ. എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്, അതിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അതൊന്നും വിഷയമല്ല, കാരണം ഈ ഒരു പെയിൻ വന്നു കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ എടുത്ത് എങ്ങനെയും ഇത് പ്രസവിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുള്ളൂ, മിനിമം ഒരു 3 സെൻറ്റിമീറ്റർ എബോ ഡയലേഷൻ വന്നാൽ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡയലേഷൻ വന്നത് വെളുപ്പിന് 6 മണിക്ക് ശേഷം. ജസ്റ്റ് 3 സെൻറ്റിമീറ്ററിലേക്ക് കയറിയപ്പോഴത്തേനും ഞാൻ എപ്പിഡ്യൂറൽ എടുക്കാൻ പറഞ്ഞു. നേരെ തിയേറ്ററിൽ കൊണ്ടുപോയി നമ്മുടെ സ്പൈനിലാണ് ഇഞ്ചക്ഷൻ നടക്കുന്നത്. ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി ഈ ഒരു പെയിനിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് ആ പെയിൻ അറിയത്തില്ല. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് അരയ്ക്ക് കീഴ്പോട്ട് നമുക്കൊന്നുമില്ല, കാലുമില്ല, വയറുമില്ല, വയറിൽ കുട്ടിയില്ല, ഒരു വികാരമില്ല. പുഷ് ചെയ്യണോ എന്താ ചെയ്യേണ്ടേ അടിയിലൊന്നുമില്ല, കാല് നേരെ കുത്തനെ വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോകും. പക്ഷെ നമ്മൾ ഒരു പെയിനും അറിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് പാർട്ടായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ എപ്പിഡ്യൂറൽ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും 10 സെൻറ്റിമീറ്റർ കുട്ടിയുടെ തല പയ്യെ ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു. നേരെ മെയിൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ മെയിൻ റൂമിൽ നമ്മുടെ ഈ ഡെലിവറി നടക്കുന്ന എക്സാക്റ്റ് ഡെലിവറി റൂം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് റൂമുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് കൂടെ കമ്പനിയിൽ കയറ്റാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് എന്നെ ആ ഒരു ടേബിളിലേക്ക് കിടത്തിയതിന് ശേഷമാണ് എൻ്റെ ചെക്കു പുറത്തേക്ക് പോയത്. എനിക്ക് ആ ഒരു മൊമെന്റ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറയുന്നുണ്ട്. കാരണം അത്രമാത്രം എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ എത്രയോ നോക്കിയോ അതിനപ്പുറത്തോട്ട് എനിക്കിനി ഒന്നും ചെയ്തു തരാനില്ല എൻ്റെ ലൈഫിൽ. അത്രയ്ക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ടേബിളിൽ കിടത്തി 3ാമത്തെ പുഷിൽ നമ്മുടെ പെണ്ണ് പുറത്തു വന്നു. അപ്പോഴും എൻ്റെ വിചാരം എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് കണക്ക് നിറയുന്നത്. ഈ പറഞ്ഞ പോലെ ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും പുഷ് ചെയ്യാൻ പറയുന്നു, ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നു. ഇവർ കൈയൊക്കെ അടിക്കുകയാണ്. നമ്മൾ മാരത്തോളൊക്കെ പങ്കെടുക്കുക, പുഷ് പറ്റും മിടുക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. കുട്ടീനെ പയ്യെ ആ ഡോക്ടർ എടുത്ത് പൊക്കി ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ആ ഒരു മൊമെന്റിൽ എനിക്ക് പറയാം, പെൺകുട്ടിയാണ് കേട്ടോ, കൺഗ്രാറ്റ്സ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സമയമുണ്ടെങ്കിൽ അത് ഈ സമയമാണ്. കാരണം അവസാനം വരെ ഞാനൊരു ആൺകുട്ടിക്ക് വേണ്ടി പേര് കണ്ടുപിടിച്ച് വെച്ചത്. എനിക്ക് ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇതില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു, എനിക്ക് ആൺകുട്ടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ വയറിലായിരുന്നപ്പോൾ ഞാൻ ഫുള്ള് എട ചെറുക്കാന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ സംസാരിച്ചേക്കുന്നതും എല്ലാം. പെട്ടെന്നൊരു പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എനിക്ക് ഓരോ മൊമെന്റിലും ഞാനൊരു പെണ്ണായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റേ ഫെമിനിസ്റ്റ് സാധനമല്ല കേട്ടോ, എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് സന്തോഷമാണ്. കാരണം ഒരു അമ്മയാവാൻ പറ്റുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ത്രീയെ കൂടി ഈ ഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവളിങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചേക്കുവാണ്. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട, എൻ്റെ അടുത്ത് വന്ന് എനിക്കൊന്നത് തൊട്ടാൽ മതി, ഉമ്മ പോലും കൊടുക്കണ്ട, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി എന്നുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ വേഗം കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്ലാസൻ്റയുടെ ആ ഒരു റിമൈൻസ് എടുക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് അകത്തേക്ക് ഫുൾ ഒരു കൈ മുഴുവൻ. ഇത് ആണുങ്ങളെ കേൾക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു മോശമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു കൈ ഫുള്ള് നമ്മുടെ അകത്ത് കയറ്റി അത് കൈ കൊണ്ട് ചുരണ്ടിയാണ് എടുക്കുന്നത്. കാരണം പ്ലാസൻ്റെ അതിൻ്റെ കൂടെ പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതൊക്കെ അവർ അത്രയും ചെയ്ത് ഫുൾ സ്റ്റിച്ച് ചെയ്യുന്നതും 3 ലെയർ സ്റ്റിച്ച് ചെയ്യുന്നതും ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിൻ്റെ ഇടയിലാണ് കുട്ടീനെ തുടച്ചൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് ഞാൻ അവളൊന്ന് തൊട്ടിട്ട് ആ ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ,
അതൊരു അമ്മയ്ക്ക് മാത്രം തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ്. വേറെ ഒരു ജീവികളും എന്താ പറയാ, വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ വേറൊരാൾക്ക് അതിനെ ആ ഒരു മൊമെന്റിനെ ഇപ്പൊ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ എനിക്കറിയില്ല. അതാണ് അവസ്ഥ. ഓക്കെ. അപ്പോൾ എടുത്തുകൊണ്ട് തന്നു. ഞാൻ അവളെ കണ്ട് ഞാൻ തൊട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കവളും വാവയുടെ കവളും തമ്മിൽ ഇങ്ങനെ ചേർത്ത് ആ നേഴ്സ് കൊണ്ടത് വെക്കുകയോ ചെയ്തത്. ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അത്രയ്ക്ക് നല്ല മൊമെന്റ് ആയിരുന്നു. പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റി. നമുക്ക് കുടിക്കാനായിട്ട് വേറെ ഒന്നും തരത്തില്ല. ആദ്യം ചെറിയ കപ്പയും പണ്ടും എനിക്ക് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. പെൺകുട്ടിയാണ്, ഇതെല്ലാം ഞാൻ അറിഞ്ഞെങ്കിലും എൻ്റെ ഒരു വെയിറ്റിംഗ് മൊമെന്റ് എന്നുള്ളത് ചക്കുനെ കാണുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ്, നമുക്കൊരു പെൺകുട്ടി ജനിച്ചു, നീ ഹാപ്പി അല്ലേ, നമ്മളിനി മുന്നോട്ട് അവളെ വളർത്തണം, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അവള് നമ്മളിൽ ഒരാളാണ്, നമ്മൾ രണ്ടുപേരും ചേർന്ന ഒരാളാണ്, എൻ്റെ ചക്കുന് സന്തോഷമായില്ലേ എന്ന് ചോദിക്കണം എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയായിരുന്നു ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് കറക്റ്റായിട്ട് ഇവരൊക്കെ കൂടി ഫുഡ് കഴിക്കാൻ പോയി. കാരണം വെളുപ്പിന് രാത്രി ത്രൂ ഔട്ട് എല്ലാവരും വീട്ടിലെ ആൾക്കാരും എല്ലാവരും വിശന്ന് ഉറക്കമുളച്ചാണ് ഇരുന്നത്. അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ തന്നെ അവരെ നഴ്സിംഗിലേക്ക് മാറ്റി. അത് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ദൈവം സഹായിച്ചിട്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നോർമലായിരുന്നു. അവൾ 2800 ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ കാണണം, എനിക്ക് വാവേനെ കാണുന്നതിനേക്കാളും എനിക്ക് ചക്കുനെ കാണണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. മമ്മി എന്നെ അടുത്ത് വന്ന് മമ്മീനെ കണ്ടിട്ട് എനിക്കൊന്നും ഒന്നും പറയാനില്ല. മമ്മി ജസ്റ്റ് കാപ്പിയും പണ്ണോട് കൊണ്ടുവച്ചിട്ട് മമ്മി പോയി. മമ്മി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ മമ്മിയാണ് വന്നത്. അത് കഴിഞ്ഞ് ചക്കു വന്നതിനിപ്പോൾ ഞാൻ ചക്കുവിനോട് ചോദിച്ചൊരു കാര്യം, ചക്കു ഹാപ്പി ആയില്ലേ, അപ്പനായാലും സന്തോഷമില്ലേ, നമ്മൾക്കൊരു പെണ്ണുവാവിൻ്റെ സന്തോഷമില്ലേ എന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത്. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഓരോ ഉമ്മയൊക്കെ തന്നു. അപ്പോൾ അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ പുതിയൊരു ടേണിംഗ് പോയിന്റ്, പുതിയൊരു ജീവൻ, ഒരു ലൈഫ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ ആണ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ എന്ത് വിളിക്കണം, കുട്ടി എന്താ വിളിക്കാൻ പോകുന്നത്, കാരണം മമ്മിമാർ പറയുന്നുണ്ട്, അമ്മച്ചിയുണ്ട്, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ എന്താ കുട്ടീനെ കൊണ്ട് വിളിപ്പിക്കുന്നത്, എനിക്ക് അമ്മ എന്ന് വിളിച്ചാൽ മതി. കാരണം അമ്മ എന്നുള്ളൊരു വാക്കിന്റെ ഒരു മീനിങ് എന്നുള്ളത് ഞാൻ ആ ദിവസം ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അമ്മയാവാൻ പോകുന്നവർക്കും ഇപ്പോൾ പ്രഗ്നന്റ് ആയവർക്കും അമ്മയായവർക്കും ഒക്കെ ഒരുപാട് സ്നേഹം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഇന്നിപ്പോൾ 36 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ 30 അവളുടെ ബാപ്റ്റിസമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒത്തിരി പെയിനാണ്, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പെയിനും കാര്യങ്ങളും ഒക്കെ മറക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേബി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരൊറ്റ മൊമെന്റാണ്. ആ ഒരു മൊമെന്റിൽ നമ്മൾ ഇതുവരെ 9 മാസം സഹിച്ചതും കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും എല്ലാം നമ്മൾ ആ ഒരു മൊമെന്റിൽ മറന്നു പോകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനോട് തന്നെയാണ്. കാരണം ഇതെത്ര പേര് വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ പറയുവാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. എനിക്കൊരു പാരൻറ്റിങ്, ഒരു അമ്മയാകുക അല്ലെങ്കിൽ അതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായില്ല. ഒരു കല്യാണം പോലും എൻ്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു ലൈഫിനൊരു മീനിങ് ഉണ്ടാക്കി തന്നു. എൻ്റെ കുട്ടിയുടെ അമ്മയായി എന്നെ തിരഞ്ഞെടുത്തു. ഇതിനൊക്കെ ഒരുപാട് നന്ദി, ദൈവത്തിനോട് ഒരുപാട് നന്ദി. എൻ്റെ ചുറ്റുമുള്ള പാരൻസിനോടും അവരുടെ ചിക്കുവിൻ്റെ പാരൻസിനോടും എൻ്റെ പാരൻസിനോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.